മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളുടെ ചാൻസലറാവുന്ന ഗവർണർമാർ ഒരു കേന്ദ്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നടത്തിയ നടപടികൾ, രീതികൾ, തെറ്റായ രീതികൾ, അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഈ കാഴ്ചപ്പാടിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ കുറേ കൂടി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. അതിനൊരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നില്ലേ? ഞാൻ ഇതിനുള്ള ഉത്തരത്തിലേക്ക് വരും മുമ്പ് നേരത്തെ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ അഭിപ്രായം നമ്മൾ കേട്ടല്ലോ. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങി നൂതനങ്ങളായിട്ടുള്ള കുറേ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ള ആശയം അവതരിപ്പിച്ചു, അതും ക്യാമ്പസുകളിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ പല പല പോളിടെക്നിക്കുകളിൽ പല നൂതനാശയങ്ങളും കുട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും സമൂഹവുമായി ബന്ധപ്പെട്ട് വലിയ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. കോഴിക്കോട് പോളിടെക്നിക്കിലെ കുട്ടികൾ ഗാർബേജ് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് തയ്യാറാക്കി നൽകിയത്. അതൊക്കെ നല്ല പ്രചാരം കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് നല്ല അവസരം ലഭിക്കാൻ കഴിയുമാറ് ഇൻഡസ്ട്രി അക്കാദമിയ ഇൻ്റർഫേസ് ശക്തിപ്പെടുത്താൻ കൂടി കഴിഞ്ഞ ഒരു കാലമാണ്. അങ്ങനെ നമ്മുടെ ക്യാമ്പസുകളിലെ സമീപന രീതി വല്ലാതെ മാറിയ ഒരു പുതിയ കാലത്തിനോട് നന്നായി സംവദിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോൾ ഇവിടെ കേട്ടതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശ്രദ്ധയും പരിഗണനയും നൽകിക്കൊണ്ട് അതിനെ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുമ്പോഴാണ് അതിനെ എല്ലാ നിലയ്ക്കും സഹായിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ വരുന്നത്. നമ്മുടെ നിയമപ്രകാരം സർവകലാശാലകളുടെയൊക്കെ ചാൻസലറായിട്ട്, അതായത് പരമോന്നത സ്ഥാനം ചാൻസലറാണല്ലോ, ആ ചാൻസലറായി വരുന്നത് ഗവർണർമാരാണ്. മുൻകാലങ്ങളിലൊക്കെ ഗവർണർമാർ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലോ സർവകലാശാലകളുടെ ആഭ്യന്തര കാര്യങ്ങളിലോ ഇടപെടാതെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർമാർ. ചാൻസലർ എന്നുള്ള നിലയ്ക്കും അവർ ആ രീതിയിൽ വളരെ പ്രകടമായിട്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നിലപാട് അവരുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറെ കൂടി എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ പരസ്പര ദ്വന്ദ്വയുദ്ധം പോലെയുള്ള രീതിയിലേക്ക് അത് അധപ്പതിച്ചു പോവാണ്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പരമാവധി സംയമനം പാലിക്കുമ്പോഴും മറുവശത്തുനിന്ന് പ്രകോപിപ്പിക്കാനുള്ള രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടായി. നമ്മളെല്ലാവരും ഗുണ്ടകളും ക്രിമിനലുകളുമാണ് എന്ന് വരെ ഒരു ഗവർണർ പറഞ്ഞു വച്ചു. അപ്പോൾ ഗവർണർമാർ എന്ന നിലയിലും ചാൻസലർമാർ എന്നുള്ള നിലയിലും ഒക്കെ പരസ്യമായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കീ പോസ്റ്റുകളുടെ നിയമനം ഉൾപ്പെടെ, അതുപോലെ ജനാധിപത്യ സംവിധാനങ്ങളായ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനോ ചേർന്ന് നിൽക്കുന്നവരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളം കാണുന്നുണ്ടായി. ഈ ചാൻസലർമാർക്കൊപ്പം തന്നെ വൈസ് ചാൻസലർമാരും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കേരള സർവകലാശാല പോലെയുള്ള സർവകലാശാലകളിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ല. കലോത്സവം നടക്കാത്ത അവസ്ഥ വരുന്നു, യൂണിയൻ നേരത്തെ പിരിച്ചുവിടുന്നു, വൈസ് ചാൻസലറുടെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും ഇതൊക്കെ ഒപ്പിടാതെ വൈകിപ്പോകുന്ന അവസ്ഥകളുണ്ടാകുന്നു. സർക്കാർ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി എന്ത് മാറ്റമാണോ ആഗ്രഹിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഇത്തരം ചില മേഖലകളിൽ ഇപ്പോഴും ബാക്കിയല്ലേ? അത് ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയായും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഈ അടുത്ത കാലത്ത് 2 വിഷയങ്ങളിലാണ് കോടതി അദ്ദേഹത്തെ ശാസിച്ചത്. ഒന്ന്, രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വൈസ് ചാൻസലർ എടുത്ത ഒരു നടപടികളും നിയമാനുസൃതമല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കുട്ടികളുടെ യൂണിയനെ, വിദ്യാർത്ഥികളുടെ യൂണിയനെ അസംഗതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അതും നിയമവിരുദ്ധമാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യവും ഇങ്ങനെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വൈസ് ചാൻസലർ, അതെ, അങ്ങനെയുള്ള വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നതൊക്കെ നമ്മുടെ
സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ അക്കാദമിക രംഗത്തുള്ള ആളുകളുടെ കൂട്ടായ്മ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയതും അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങളിലേക്കും മുന്നേറ്റങ്ങളിലേക്കും സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചത്.